30 യാത്രകളിൽ 17 രാജ്യങ്ങൾ പിണറായി വിജയൻ യാത്ര ചെയ്തു. ഇതിൽ 8 രാജ്യങ്ങളുടെ കണക്കുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഈ 8 രാജ്യങ്ങളിൽ പോയതിന്റെ തുക എത്ര എന്ന് ചോദിച്ചാൽ 74,59,364 രൂപ. 8 സ്ഥലങ്ങളിൽ എവിടെ താമസിച്ചു എന്ന് ചോദിക്കുന്നിടത്ത് 0 എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതായത് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ഒരേ രാജ്യം തന്നെ പല തവണ പോയിട്ടുണ്ട്. ഇപ്പോൾ US-ലൊക്കെ അദ്ദേഹത്തിൻ്റെ രോഗ അവസ്ഥ ചികിത്സിക്കാനായി പലതവണ പോയിട്ടുണ്ട്. പക്ഷെ എവിടെയാണ് താമസിച്ചത്, ഒളിസങ്കേതത്തിൽ വല്ലതും ആയിരുന്നോ പിണറായി എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലായിടത്തും ഉയർന്നു വരുന്നത്. അങ്ങനെ എന്തെങ്കിലും കാരണം കുറേ പണമിടപാടുമായി ബന്ധപ്പെട്ടൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കാര്യത്തിനാണോ മാഷെ പോയത്? എന്തിനാണ് പിണറായി പോയത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സാധാരണ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇമാതിരി ചോദ്യങ്ങളൊന്നും ഉയരാറില്ല. ഇനി ഉയർന്നു വന്നാൽ തന്നെ അത് ചോദിക്കുന്നതിന് മുമ്പേ ചോദിക്കാൻ പോലും അനുവദിക്കാത്ത വിധം സഖാക്കൾ അതിനെ പ്രതിരോധിക്കും. ഇപ്പോൾ ഒരു സൗകര്യം പിണറായി വിജയനെക്കുറിച്ച് എന്തും പറയാം, എന്തു പറഞ്ഞാലും സഖാക്കൾ വിശ്വസിക്കും. പണ്ടങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ആദ്യത്തെ ഉത്തരം അടികൊള്ളും. ഇപ്പോൾ AKGയെക്കുറിച്ച് ആരെങ്കിലും അഴിമതി നടത്തി എന്ന് പറഞ്ഞു നോക്കട്ടെ, ഉറപ്പല്ലേ തല്ലുകൊള്ളുന്നു. അപ്പോൾ പണ്ടങ്ങനെ ആയിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നേരെ തിരിച്ചാണ്. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച്, പ്രത്യേകിച്ച് പിണറായി ഒക്കെ ലീഡർഷിപ്പിൽ വന്നതിന് ശേഷം പിണറായിയെക്കുറിച്ചും കുടുംബത്തിനെ കുറിച്ചൊക്കെ എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കും. ഇതിപ്പോൾ വേണമെങ്കിൽ അവർക്ക് വിശദീകരണം ഉണ്ടാവാം. ഒന്നാമത്തെ കാര്യം, 17 യാത്ര നടത്തിയിട്ട് 8 എണ്ണത്തിൻ്റെ കണക്കേ ലഭ്യമായിട്ടുള്ളൂ, അല്ലേ? വിവരാവകാശ പ്രകാരമല്ലേ? 17 യാത്രകളിൽ 8 എണ്ണത്തിൻ്റെ കണക്ക് അങ്ങനെ പോരാ. മുഖ്യമന്ത്രിയെ പോലെ ഒരു പബ്ലിക് പേഴ്സണാലിറ്റി രാജ്യത്തോടും സംസ്ഥാനത്തോടും ഒക്കെ എപ്പോഴും കണക്ക് പറയാൻ, സുതാര്യമായ ജീവിതം നയിക്കേണ്ട ഒരാൾ 17 വിദേശയാത്ര നടത്തിയിട്ട് 30 വിദേശയാത്ര, അതിൽ 17 രാജ്യങ്ങൾ, 30 യാത്ര നടത്തി 17 രാജ്യങ്ങൾ പോയി. അതിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ 8 യാത്രക്കേ കണക്കുള്ളൂ. അതിൽ തന്നെ ഇവിടെ താമസിച്ചതിന് കണക്കില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സർക്കാരിൻ്റെ ചെലവിലും സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിലും സർക്കാരിൻ്റെ സുരക്ഷയിലുമല്ലാതെ എവിടെയെങ്കിലും പോയി താമസിക്കാവുന്ന ഒരു വ്യക്തിയല്ല മുഖ്യമന്ത്രി. അപ്പോൾ വേണമെങ്കിൽ അവർക്കിപ്പോൾ പറയാനുള്ള ന്യായം, ഏതെങ്കിലും വിദേശ സംഘടനകളോ വിദേശത്തെ വ്യക്തികളോ ടിക്കറ്റ് എടുത്തു കൊണ്ടുപോയി അവരുടെ ചെലവിൽ താമസിപ്പിച്ചു, ഒന്നും സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 0 ആണ് ചെലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് പറയുമ്പോൾ ഉള്ള അതിൻ്റെ അപകടം എന്താണെന്നറിയോ? ഒരിക്കലും അതിന് നിന്നു കൊടുക്കാൻ പാടില്ല ഒരു മുഖ്യമന്ത്രി. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെയോ സംഘടനകളുടെയോ ചെലവിൽ ഒരു മുഖ്യമന്ത്രി പോയി താമസിച്ചു, അല്ലെങ്കിൽ യാത്ര ചെയ്തു, അവരുടെ ടിക്കറ്റിൽ സഞ്ചരിച്ചു, 30 വിദേശയാത്രകൾ പലതും അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാലുള്ള ഒരു അപകടം എന്താണെന്നറിയോ? കേട്ടാൽ നമുക്ക് തോന്നും, അയ്യോ സർക്കാരിൻ്റെ ചിലവൊന്നും എടുത്തില്ലല്ലോ. സർക്കാർ ഖജനാവിലെ പണം ചിലവഴിക്കാതെ ഇത്ര ഭാരിച്ച ചിലവ് ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി വിദേശത്തെ വ്യക്തികളോ സംഘടനകളോ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഖജനാവിന് അത് സംബന്ധമായി ഈ ചിലവഴിച്ചതിലേറെ എത്രയോ ഏറെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ പാടുണ്ടോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന്, മുഖ്യമന്ത്രി സർക്കാർ ഗസ്റ്റ് ഹൗസ് ഉണ്ടെങ്കിൽ എവിടെയായിരുന്നാലും ഗസ്റ്റ് ഹൗസിൽ താമസിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ എവിടെയാണോ അവിടെ സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ച്, പുറത്താണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി അറിവോടും സമ്മതത്തോടും കൂടി പോകണം. അവരൊരുക്കുന്ന സംവിധാനങ്ങളാണ് താമസിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പിണറായി വിജയൻ ആയതുകൊണ്ട് ഇതൊക്കെ സാധ്യമാണ്. ഒരു തരം ഈ വെള്ളരിക്ക പട്ടണത്തിലായിരുന്നല്ലോ പിണറായി വിജയൻ്റെ കാലം. പാർട്ടിയിൽ എന്തു ആവാം, ഭരണത്തിൽ എന്തു ആവാം, അദ്ദേഹത്തിന് കാര്യം കണക്കില്ല. അപ്പോൾ വിദേശത്ത് നിന്ന് ഡിപ്ലോമാറ്റ്സ് വന്നാൽ അതൊക്കെ നടുറോട്ടിൽ വെച്ച് വഴി തിരിച്ചു വിടാം, എന്നിട്ട് അദ്ദേഹത്തിന് വീട്ടിലേക്ക് വിടാം. പലതും നമ്മൾ കണ്ടതല്ലേ, വഴിവിട്ട് എത്രയോ സംഗതികൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രിയുടെ യാത്രകളെക്കുറിച്ചൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ഉയർന്നതാണ്. അദ്ദേഹം എന്തിനാണ് ഇടയ്ക്കിടെ ദുബായിൽ പോകുന്നത്? അമേരിക്കയിലേക്ക് പോകുമ്പോഴും ദുബായ് വഴി പോകും. ദുബായിയുടെ ഒരു പ്രശ്നം, ഒരു ഇന്റർനാഷണൽ ട്രാൻസിറ്റ് സെൻ്ററാണത്. എന്ന് വെച്ചാൽ എല്ലാ ഇടപാടുകളും അവിടെ വെച്ചാണ്. കള്ളപ്പണം അവിടെ വെച്ചാണ്, കള്ളക്കടത്ത് അവിടെ വെച്ചാണ്, സ്വർണ്ണം അവിടെ വെച്ചാണ്, ഈ ഹവാല പണം അവിടെ വെച്ചാണ്, മയക്കുമരുന്ന് അവിടെ വെച്ചാണ്. എല്ലാ വേണ്ടാധീനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ദുബായ്. അതുകൊണ്ട് പിന്നെ പോകുന്നത്, ഇപ്പോൾ പിണറായി വിജയൻ്റെ കേസിൽ അത് എത്രത്തോളം നമ്മൾ ആരും ആരോപിച്ച് കേട്ടിട്ടില്ല. ദുബായിലേക്ക് പോകുന്നത് അവിടെ പലതുമുണ്ട്. മകനുള്ളത് കൊണ്ട് മകനെ കാണാനെന്നാണ് അങ്ങനെ പോകാം. അപ്പോൾ മകൻ്റെ അടുത്ത് പോയതാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, മാത്രമല്ല, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മലയാളികളായ എത്രയോ പേരുണ്ടല്ലോ, വലിയ സമ്പന്നന്മാരുണ്ട്.
യൂസഫ് അലിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. പിള്ളക്കുണ്ട്, രവി രവി പിള്ളക്കുണ്ട്. രവി പിള്ള ഇവരൊക്കെ ആയിട്ട് വളരെ അടുത്ത് കഴിയുന്ന അതെ, ഒരാളാണല്ലോ. അവർക്ക് സൗകര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ സംഘടനകൾക്ക് വലിയ ആസ്തികളുണ്ട്. ഗൾഫിലെ സംഘടനകൾക്ക് വലിയ ആസ്തികളുണ്ട്. ഇപ്പോൾ ഗൾഫിലൊക്കെയുള്ള സംഘടനകൾ, ദല പോലുള്ള സംഘടനകൾ, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും വലിയ സമ്പന്നമായ സംഘടനകളുണ്ട്. ഇപ്പോൾ ദുബായിലാണെങ്കിൽ ദല എന്ന് പറയുന്ന സംഘടനയുണ്ട്. അബുദാബിയിൽ എനിക്ക് തോന്നുന്നു കേരള സോഷ്യൽ സെൻറ്ററോ അങ്ങനെ സംഘടനയുണ്ട്. അതുപോലെ എല്ലാം അപ്പോൾ അത്തരം ശക്തി എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ഖത്തറിൽ അങ്ങനെ പ്രവാസി എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. കുവൈറ്റിൽ കല എന്ന് പറയുന്ന സംഘടനയുണ്ട്. കുവൈറ്റ് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ, അങ്ങനെ അവിടെ പേര് കൊടുക്കുക. സൗദി അറേബ്യയിലാണെങ്കിൽ പലത്. ജിദ്ദയിൽ നവോദയ എന്ന് പറയുന്ന സംഘടന, റിയാദിൽ കേളി എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ഇത്തരം സംഘടന എല്ലായിടത്തും ഉണ്ട്. എല്ലാ വൻകിട ഈ ഗൾഫ് നഗരങ്ങളിലും. ഇതൊക്കെ എന്താ പേര് എന്നറിയാം. ഈ സംഘടനകൾക്കൊക്കെ കേട്ടാൽ നമുക്ക് വേറെ വേറെ പേരാന്ന് തോന്നും. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രാഞ്ചുകളാണ്. അപ്പോൾ അവർ വലിയ ഫണ്ട് ഉണ്ട് അവർക്ക്. പാർട്ടി ചോദിച്ചാൽ പാർട്ടിക്ക് ഇലക്ഷൻ ആയാലും പാർട്ടി ഫണ്ട് ആയാലും പാർട്ടിയുടെ എന്ത് പരിപാടി ആയാലും വലിയ ഫണ്ട് വരുന്ന അവിടുന്നാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ ചിലവിൽ കൊണ്ടുപോയിരിക്കാം, അങ്ങനെ സംഭവിക്കാം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? അത്തരം വ്യക്തികളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയും ഒക്കെ ചിലവിൽ പോയാൽ അതിൻ്റെ നഷ്ടം ഖജനാവിന് വരും എന്ന് ഉള്ളതുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറയുന്നത്. പക്ഷെ പിണറായി വിജയൻ്റെ കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. എന്തുമാകാമായിരുന്നു അദ്ദേഹത്തിന്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. മീഡിയ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത അദ്ദേഹം കണ്ണൂർക്ക് പേടിയായിരുന്നല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ്റെ മുമ്പിൽ ഇപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് ചെന്നിട്ട്, മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കണ്ടിട്ടില്ല എത്ര വിധേയത്വത്തോടെയാണ് സി എം എ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ നിൽക്കുക. അദ്ദേഹം കണ്ണൂരിട്ടിയ പേടിയാണ്. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ അതൊരു വല്ലാത്ത ഒരു സംസ്കാരമാണ് അദ്ദേഹത്തിൻ്റെ ആ 10 കൊല്ലം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത്. മാധ്യമങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തെറി വിളിക്കും, അദ്ദേഹം ആക്ഷേപിക്കും, അദ്ദേഹം പുറത്താക്കും. ഇതൊക്കെയായിരുന്നു ഒന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിനെതിരായി പ്രതിപക്ഷ പാർട്ടികളും കാര്യമായിട്ടൊന്നും പറയില്ല. ഒരു നെക്സസ് ഉണ്ടായിരുന്നു ഇവരൊക്കെ തമ്മിൽ. അതിപ്പോൾ എല്ലാത്തിലും ഉണ്ടല്ലോ ആ വീതം വെപ്പ്. ഇപ്പോൾ കരിമണൽ കർത്തായുടെ ശമ്പളം ഈ മാസപ്പടി പറ്റുന്നതിലും അതുണ്ടായിരുന്നു. ഇവർക്കൊക്കെ തമ്മിലൊരു നെക്സസ് ഉണ്ടല്ലോ. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ പിണറായി? തിരിച്ചും പറയില്ല. അങ്ങനെയൊക്കെയുള്ള ചില ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ പലരുമായിട്ടും ഉള്ള നെക്സസ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ എപ്പോഴും പേടിക്കുക പാർട്ടിയെയാണ്. ഇദ്ദേഹത്തിന് അതും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പാർട്ടിയുടെ എല്ലാ കേരള ഘടകം തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെയുള്ളത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലായിരുന്നു. അദ്ദേഹം ഒരു ജന്മിയും ബാക്കിയുള്ളവരൊക്കെ കുടിയാന്മാരുമായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഈ യാത്രകൾ ദുരൂഹമാണ്. അന്നും ദുരൂഹമായിരുന്നു. ചോദിക്കേണ്ട കാര്യത്തിൽ ആരും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ കണക്ക് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, എപ്പോഴാണ് ഇപ്പോൾ ഇതൊക്കെ വിവരാവകാശ പ്രകാരം പുറത്തു വരുന്നത്? പിണറായി വിജയനെ സ്വന്തം പാർട്ടിക്കാർ ചോദ്യം ചെയ്ത് മൂലക്കിരുത്താൻ തുടങ്ങിയപ്പോഴാണ്. പാർട്ടി ചോദ്യം ചെയ്യാത്ത കാലത്ത് ഇവരാരും ചോദ്യം ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പിണറായി വിജയൻ്റെ യാത്രകളൊക്കെ ദുരൂഹമാണ്. എനിക്ക് തോന്നുന്നത് ദുരൂഹതയുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ദുരൂഹമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസറാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിക്ക് പറയാൻ ഇടയുള്ള ആൻസറാണ്. സംഘടനകൾ കൊണ്ടുപോയതാണ്, വ്യക്തികൾ കൊണ്ടുപോയതാണ്, നമ്മുടെ പ്രവാസികളായ പാവങ്ങൾ കൊണ്ടുപോയതാണ്. ഒന്നാമത്തെ കാര്യം, പിണറായി ഒന്നും വിദേശത്ത് പോയിട്ട് ഇന്ന് വരെ പ്രവാസികൾ താമസിക്കുന്ന, പാവപ്പെട്ടവൻ താമസിക്കുന്ന നല്ല സംവിധാനങ്ങൾ അവർ ഒരുക്കി കൊടുക്കും. അവരുടെ വീടൊക്കെ ഒഴിഞ്ഞ് ഇവർ ഉമ്മറത്ത് ചുട്ടുപൊള്ളുന്ന ചൂടത്ത് പോയി കിടന്നിട്ട് ഈ നല്ല AC റൂമുകളൊക്കെ ഉള്ളതിൽ ഭേദപ്പെട്ട റൂമൊക്കെ പിണറായിനെ പോലുള്ളവർക്ക് അനുവദിച്ച് കൊടുത്തിരുന്നൊരു കാലമുണ്ട് പണ്ട്. ഇപ്പോൾ അദ്ദേഹം അങ്ങനെ എവിടെയെങ്കിലും പോയതായിട്ട് ആരും കണ്ടിട്ടില്ല. പാവപ്പെട്ടവർ താമസിക്കുന്നിടത്തോ ലേബർ ക്യാമ്പുകളിലോ ഒന്നും പാവപ്പെട്ടവൻ്റെ സങ്കേതത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പിന്നെ മുതലാളിമാരുടെ ഗസ്റ്റ് ഹൗസുകളിൽ പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള പിന്നെ ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ യാത്രകളിലൊക്കെ തന്നെ വളരെ ദുരൂഹമായ ഇടപാടുകൾ നടന്നതായിട്ട് കാണുന്നുണ്ട്. ദുബായിൽ സ്വർണ്ണക്കട്ടി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ ഉള്ളിൽ സ്വർണം കടത്തിയതായിട്ട് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ആരോപണം ഉണ്ടായത്. ഈ നമ്മുടെ സിറ്റി ഉണ്ടല്ലോ, സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വലിയ വലിയ കോലാഹലങ്ങളും വിവാദങ്ങളും. എന്ത് നേടിയെന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് കരാറുണ്ടായതല്ലേ. എവിടെ സ്മാർട്ട് സിറ്റി? എന്ത് പറ്റി അതിനൊന്നും ഉത്തരവില്ലല്ലോ. അപ്പോൾ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്, ദുരൂഹതകളുണ്ട്. ഈ ദുബായിലെയും വിദേശ രാജ്യങ്ങളെയും ഡിപ്ലോമാറ്റ്സിനെ ഇദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിലിട്ടിട്ട് നിയന്ത്രിക്കാൻ പറ്റിയ സ്വപ്ന സുരേഷുമാരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
ഒക്കെയാണ് സ്ഥിതി. എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ ആരാ അന്വേഷിക്കാൻ പോണത്? ഇത് ആരും കേസ് അന്വേഷിക്കാൻ കൊടുത്തിട്ടില്ല, വിവരാവകാശ പ്രകാരം ഒരു രേഖ കിട്ടി. ഇനി ആ എവിടെ രേഖ പോയി അന്വേഷിക്കാനാ പക്ഷേ ഇതൊക്കെ? അല്ല, അന്വേഷിക്കാവുന്നതാണ്. അന്വേഷിച്ചാൽ കണ്ടെത്താനൊക്കെ പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് അന്വേഷിച്ചാൽ കണ്ടെത്തും. പക്ഷേ പല ഗവൺമെൻറ്റുകളും ചെയ്യുന്നൊരു പണി എന്താണെന്നറിയോ? കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോകില്ല. ഇല്ല. കാരണം ഇവരും നാളെ ആ. വീണ്ടും പ്രതിപക്ഷത്ത് വരും. അതെ. അപ്പോൾ ഇവർ ചെയ്തു വെച്ചതൊക്കെ ഉണ്ടാവും. അതെ. അപ്പോൾ അത് അതുകൊണ്ട് അന്വേഷിക്കാൻ പരസ്പരം മറന്നും പുറത്തും ഒരു ബായി നിലപാടിലാണ് പോകാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഒരു സമാധാനമുള്ളത് ഏറ്റവും ചുരുങ്ങിയത് നേരത്തെ ED ആരംഭിച്ച ഒരു അന്വേഷണത്തിൽ പിണറായി വിജയൻ്റെ മോളെക്കുറിച്ചുള്ള കേസെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട്. അതെ. അത്രയും സമാധാനം എന്ന് വെച്ചാൽ മതി. ഇനിയിപ്പോൾ പിണറായി വിദേശത്ത് പോയിട്ട് എന്ത് ചെയ്തു എന്നൊന്നും ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. അന്വേഷിച്ചാൽ തന്നെ കണ്ടു കിട്ടുമെന്നുള്ള രണ്ടാമത്തെ കാര്യം. അതെ. അതാണ് കേരളത്തിൻ്റെ ഒരു സങ്കടം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.